ഇഡി ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണത്തിൽ ഒടുവിൽ കുറ്റം ഏറ്റുപറഞ്ഞ CPM ഇഡിക്കെതിരായ അതിക്രമം അതിര് കടന്നുപോയെന്ന് സമ്മതിച്ച പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പ്രതിഷേധം ഉണ്ടാകാൻ പാടില്ലായിരുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി തുറന്ന് സമ്മതിച്ചു. ഏറ്റവും ഒടുവിൽ CPM തിരിച്ചറിഞ്ഞു. CMRL എക്സാലോജിക് സൊല്യൂഷൻ കേസിൽ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാടക വീട് റെയ്ഡ് ചെയ്ത് മടങ്ങിയ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഉദ്യോഗസ്ഥർക്കെതിരായ ആക്രമണം തെറ്റായിപ്പോയെന്ന്. ആ പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ട് 5-8 മണിക്കൂറൊക്കെ പ്രതിഷേധം വന്നപ്പോഴുണ്ടായ ഒരു സ്വാഭാവിക പ്രതികരണം തന്നെയാണ് യഥാർത്ഥത്തിൽ അതിന്റെ ഭാഗമായിട്ട് അവസാനം ഉണ്ടായത്. ഉണ്ടാകാൻ പാടില്ലായിരുന്നു എന്നാണ് ഞങ്ങളുടെ ധാരണ. പ്രതിഷേധമുണ്ടാക്കാൻ പാടില്ലായിരുന്നുവെന്നും CPM സംസ്ഥാന സെക്രട്ടറി കുറ്റസമ്മതം നടത്തി. മണിക്കൂറോളം പ്രതിഷേധം നീണ്ടുപോയപ്പോൾ സ്വാഭാവികമായ പ്രതികരണമാണ് ഉണ്ടായെന്ന വാദമുയർത്തി ആക്രമണത്തെ ന്യായീകരിക്കാനും ഇതിനിടെ MV ഗോവിന്ദൻ ശ്രമിച്ചു. അതേസമയം ആക്രമണക്കേസിൽ പ്രതികളായി ജയിലിൽ കഴിയുന്ന CPMകാർക്കെതിരെ നിയമക്കുരുക്ക് മുറുകുകയാണ്. ഇതിനോടകം 20ഓളം പ്രതികളെയാണ് സംഭവസ്ഥലത്തെത്തിച്ച് പോലീസ് തെളിവെടുപ്പ് നടപടികൾ പൂർത്തിയാക്കിയത്. ജനം, തിരുവനന്തപുരം.